കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ ബന്ധമുള്ള ആരാണ്? കേരളത്തിലെ BJP നേതാക്കന്മാരെക്കാളും ബന്ധമുള്ള ഒരേ ഒരാളുള്ളൂ പിണറായി വിജയൻ. ഈ പിണറായി വിജയനും VV രാജേഷും നല്ല ബന്ധമാണ്. ഇനി അടുത്ത് നിയമത്തായിരിക്കുമോ ഇത്തരത്തിലൊരു അട്ടിമറി നടക്കാൻ പോകുന്നത്? ഉറപ്പായിട്ട് ജയിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അകത്താവും പിണറായി. അമിത്ഷാ പിണറായി വിജയൻ ഏൽപ്പിച്ചുള്ള ദൗത്യം രണ്ടെണ്ണമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഒന്ന് തൃശ്ശൂരിൽ വിജയിപ്പിക്കണം, രണ്ട് തിരുവനന്തപുരം വിജയിപ്പിക്കണം. CJP കൂട്ടുകെട്ട്, BJP CPM കൂട്ടുകെട്ട് വെറും ഒരു മാധ്യമ നറേറ്റീവ് ആണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? ഈ പറഞ്ഞതൊന്നും തെളിവല്ല. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് TP നന്ദകുമാറാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇങ്ങനെ വിവാദങ്ങളുടെ നിഴലിലാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ അവിടുത്തെ കൗൺസിലറായ R ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്, എന്നെ മേയർ ആക്കാം എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത്, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഇവർ വെറുതെ പറയുന്നതാണ്, ഞാൻ ഇനി എന്തായാലും മത്സരിക്കില്ല എന്നാണ്. അപ്പോൾ BJP അങ്ങനെ ഒരു വഞ്ചന ചെയ്ത് കാണുമോ? BJP വഞ്ചന ചെയ്തായിരിക്കില്ല, അവരുടെ സ്വഭാവം മനസ്സിലാക്കിയപ്പം BJP രക്ഷപ്പെടുത്തിയായിരിക്കാം. അവരുടെ യഥാർത്ഥ സ്വരൂപം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന സമയത്ത് ക്രൈം ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർ കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയും കുടുംബത്തെയും കൊന്ന, ബലാത്സംഗം ചെയ്ത അനഘ എന്ന് പറയുന്ന 15 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതികളെ രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ശ്രീലേഖ IPS എന്നുള്ള തെളിവുകൾ സഹിതം ഞാൻ പുറത്തുവിട്ടിരുന്നു. ആ തെളിവുകൾ സഹിതം പുറത്തുവിട്ട സന്ദർഭത്തിൽ അതുവരെ ഉണ്ടായിരുന്നത് ശ്രീലേഖ IPS ആയിരുന്നു മേയർ എന്നുള്ള നിലയിൽ അന്നത്തെ എല്ലാ ചാനലുകളും ദൃശ്യമാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ ഈ വീഡിയോ അവിടെയുള്ള എല്ലാ കൗൺസിലർമാർക്ക് കിട്ടുകയും ഇവർ അവിടെ മേയറായി കഴിഞ്ഞാൽ കുട്ടിച്ചോറാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കൗൺസിലേഴ്സും പറഞ്ഞു ഞങ്ങൾക്ക് VV രാജേഷിനെ മതി. അപ്പോൾ ഈ സന്ദർഭത്തിൽ തന്നെ VV രാജേഷിൻ്റെ ഏറ്റവും K സുരേന്ദ്രൻ്റെ വലങ്കൈയാണ് VV രാജേഷ്. അതേപോലെ V മുരളീധരനുമായി അടുത്ത ബന്ധമുണ്ട്. അല്ലെങ്കിൽ തന്നെ BJPയിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയൊക്കെ മൂലക്കിരുത്തി കൊണ്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരെയും, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണെങ്കിലും V മുരളീധരനാണെങ്കിലും കൃഷ്ണമോഹസ് ആണെങ്കിലും എല്ലാവരെയും ഒരു കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നാൽ എങ്ങനെയാണോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളോട് ഡിസ്കഷനെ ഏൽപ്പിക്കും. എന്നെ പ്രസിഡൻറ്റിനെ കാണണ്ട, അവിടുത്തെ സെക്രട്ടറിനെ കാണാൻ മതി. ആരെയാണ് സെക്രട്ടറി? ഭൂലോക തട്ടിപ്പുകാരനായ സുരേഷ് എന്ന് പറയുന്ന 43 ലക്ഷം രൂപ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ആ പ്രതിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ ഇവരോട് പല ദൗത്യങ്ങൾ ഏൽപ്പിക്കും, ഇവരെ പ്രസംഗ തൊഴിലാളികളായിട്ട് പല കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ ഇവരെ എല്ലാവർക്കും വിയോജിപ്പുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാവരും കൂടെ എന്ത് ചെയ്തു? VV രാജേഷ് എന്നെ മേയറാക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഡൽഹിയിലുള്ള പിടിപാട് ഇവർക്ക് ആർക്കുമില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ മുരളീധരനെ മുമ്പത്തെ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേന്ദ്രത്തിലെ പിടിപാടൊക്കെ പോയി. അതേപോലെ K സുരേന്ദ്രനെ പറ്റി അവർക്ക് ഡൽഹിയിൽ നന്നായിട്ട് വിവരമുണ്ട്. അതേപോലെ കൃഷ്ണദാസ് പക്ഷത്തിനും പിടിപാടില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും പിടിപാടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ മേയറാക്കിയത്? ശ്രീലേഖനെ മാറ്റിയിട്ട് ശ്രീലേഖയാണെന്ന് ഉറപ്പിച്ചതാണ്. അതെ, ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച് 12 മണിക്ക് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന സമയത്താണ് ആ സമയത്താണ് മാറ്റുന്നത്. പിന്നെ ആകെയുള്ളത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ ഏറ്റവും ബന്ധമുള്ള കേന്ദ്ര നേതൃത്വമായിട്ട് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിമറിക്കാൻ, അതേപോലെ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പ് അട്ടിമറിക്കാൻ, അതേപോലെ കരിമണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ട് മകളെയും അതിലെ കുടുംബത്തെയും മുഴുവൻ രക്ഷിക്കാൻ, ലാവലിൻ കേസ് 9.5 വർഷമായി ഒരു പ്രശ്നമില്ലാതെ രക്ഷപ്പെടുത്താൻ, സുപ്രീം കോടതി പോലും വരുത്തിക്കാതെ രക്ഷപ്പെടുത്താൻ അങ്ങനെ കഴിവുള്ള കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ ബന്ധമുള്ള ആരാണ്? കേരളത്തിലെ BJP നേതാക്കന്മാരെക്കാളും ബന്ധമുള്ള ഒരേ ഒരാളുള്ളൂ, അത് പിണറായി വിജയനാണ്. ഈ പിണറായി വിജയനും VV രാജേഷും നല്ല ബന്ധമാണ്. അതിന് കാരണം ഈ K സുരേന്ദ്രൻ, V മുരളീധരൻ ഇവിടെ BJPൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഈ അതേപോലെ കേന്ദ്രത്തിൽ V മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പവർ ബ്രോക്കർ എന്നൊക്കെ രൂപത്തിൽ അറിയപ്പെട്ട ആളാണ് VV രാജേഷ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് VV രാജേഷിനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായ ശേഷം മൂലക്കിരുത്തിയത്. ബൈ ചാൻസ് അദ്ദേഹത്തെ അവിടെ മത്സരിക്കാൻ ഏൽപ്പിച്ചു.
അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് ജയിച്ചു. ഈ സന്ദർഭത്തിൽ ഇവരെല്ലാവരും കൂടെ ശ്രീലേഖയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു വിലയും നിലയില്ലാതെയും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭരണമായിരിക്കും ഇവിടെ. പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ ഒരു അത്ഭുതകരമായ നേട്ടം BJP ഉണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പറയാവുന്ന ഒരേ ഒരു നേട്ടം അത് മാത്രമാണ്. അത് അമിത്ഷാ പിണറായി വിജയനെ ഏൽപ്പിച്ച് ഉള്ള ദൗത്യം രണ്ടെണ്ണമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഒന്ന് തൃശ്ശൂരിൽ വിജയിപ്പിക്കണം, 2 തിരുവനന്തപുരം വിജയിപ്പിക്കണം. 16 വാർഡുകളിലാണ് BJPയെ CPM വിജയിപ്പിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ 10 വാർഡുകളിലും മറ്റു സ്ഥലങ്ങളിലായിട്ട് 6 വാർഡുകളിലുമായി 16 വാർഡുകളിൽ CPMൻ്റെ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തിട്ടാണ് പിണറായി വിജയനും അമിത്ഷായുമായുള്ള ധാരണ പ്രകാരം വിജയിപ്പിച്ചെടുത്തത്. എന്തിനാണ് പിണറായി വിജയനായി ധാരണ ഉണ്ടാക്കുന്നത്? കുറേയധികം കേസുകളുണ്ടല്ലോ. ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷായുടെ ആവശ്യം എന്താ? പൈസയല്ല, ആവശ്യത്തിന് പൈസ വരുക്കണം. പകരം ഇവിടെ BJPയെ വളർത്തിയെടുക്കണം എങ്ങനെയെങ്കിലും. അതിന് ഇവിടുത്തെ ഏറ്റവും നല്ല BJPയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തെ കൊണ്ട് ആ കേസിൻ്റെ പേരും പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഓരോ പ്രദേശത്തും വിജയിപ്പിച്ചു കൊടുക്കും. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്തില്ലേ തൃശ്ശൂര്. അപ്പോൾ ഇനി അടുത്ത് നിയമത്തായിരിക്കുമോ ഇത്തരത്തിലൊരു അട്ടിമറി നടക്കാൻ പോകുന്നത്? ഉറപ്പായിട്ട് ജയിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അകത്താവും പിണറായി. അന്ന് തൂക്കി അകത്തിടും. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അതെ, അറിയാം. ഏതൊക്കെ കേസുള്ളത്? അദ്ദേഹത്തിനെതിരെ ലാവ്ലിൻ കേസുണ്ട്, അതുപോലെ മകൾക്കെതിരെയുള്ള എക്സാലോജി കേസുണ്ട്, പിന്നെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വരികയാണല്ലോ. ഇന്റർനാഷണൽ ആയിട്ട് ദാവൂദ് ഇബ്രാഹിമായിട്ട് അടക്കം പിണറായി വിജയൻ വിദേശത്ത് പോയി ഡിസ്കഷൻ നടത്തിയെന്ന് പറയുന്ന കേസ്. അതിലുപരിയായിട്ട് അദ്ദേഹത്തെ ഇപ്പം പിടിച്ചകത്താക്കാൻ പറ്റുന്ന ലൈഫ് മിഷൻ തട്ടിപ്പ്, പിന്നെ റിവേഴ്സ് ഹവാല കേസ്. ഇവിടെ വന്നിട്ടല്ലേ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ നമ്മുടെ അമിത്ഷായും പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയാണെന്നുള്ള കാര്യം. എന്നിട്ട് എന്താ അവരെ തൊടാത്തത്? ഡൽഹിയിൽ നമ്മുടെ കെജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്തെങ്കിലും കാരണത്താലാണോ? ഒരു കാരണവും എന്ന് അവസാനം സുപ്രീം കോടതിന് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് കേസേ പോയി. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ കൃത്യമായിട്ട് തെളിവുകളുള്ള സ്വപ്ന സുരേഷ് കൃത്യമായി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഞാൻ ചോര നീരാക്കി കൊണ്ടുവന്ന ലാവ്ലിംഗ് കേസ്, ഡൽഹിയിൽ 9.5 വർഷമായിട്ട് ഇവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ഓരോ തവണയും തുഷാർ മേത്ത എന്ന് പറയുന്ന സോളിസിറ്റർ ജനറൽ അവിടെ പോയി കോടതി പറയുന്നത് എന്താ അറിയോ? ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി 2 മാസം കൂടെ ഉള്ളൂ, ഈ ഭരണം കഴിയുന്നവരെ അദ്ദേഹത്തിൻ്റെ കേസ് എടുക്കരുത് എന്നുള്ളതാണ് അവരെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അത് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നു. അദ്ദേഹത്തെ തൂക്കിയെടുത്ത് ജയിലടയ്ക്കാവുന്ന കേസാണ്. 6 മാസം വിചാരണ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാലാകാലം ജയിലിൽ കിടക്കാവുന്ന ഒരു കേസാണ് ലാവ്ലിംഗ് കേസ്. അപ്പോൾ അത്തരം കേസുകളൊക്കെ അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരണയാണ് ഇവിടെ BJPയെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വിജയിച്ചത്, ഭരണം കിട്ടിയത്. അപ്പോൾ ആ ശ്രീലേഖ എന്ന് പറയുന്നത് അതിനെക്കാട്ട് നൊട്ടോറിയസ് ആയ ഒരാളാണ്. ഞാൻ ആ വാർത്ത കൊണ്ടുവന്ന ആളാണ്. കവിയൂർ കേസിൽ 5 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു എന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. അവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്ന്. അവരുടെ കീഴിലാണ് അന്വേഷണമെല്ലാം നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താ പറയുക? ഒരു ബലാത്സംഗം നടന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? സിമൻ കളക്ട് ചെയ്യുക, അത് DNA ടെസ്റ്റ് നടത്താൻ. ആ സിമൻ കളക്ട് ചെയ്ത് ഒരു DNA ടെസ്റ്റ് നടത്താൻ അയച്ചു. അതിൻ്റെ അകത്ത് അവർ റിക്വസ്റ്റ് ചെയ്തില്ല DNA ടെസ്റ്റ് നടത്താൻ. DNA ടെസ്റ്റ് നടത്തിയില്ല, അത് കംപ്ലീറ്റ് അവർ നശിപ്പിച്ചു. അത് ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ഇത് കൊടുത്ത് അത് ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതിയെ കിട്ടുമായിരുന്നില്ലേ? ഏത് CPM നേതാവിൻ്റെ ആണെന്നുള്ളത് കണ്ടുപിടിക്കാമായിരുന്നില്ലേ? ആ ഒരു CPM നേതാവിനെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ സകല പ്രതികളെയും പിടിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഇപ്പോൾ പത്മകുമാറിനെ പിടിച്ചവും ബാക്കി എല്ലാവരും ആയില്ലേ? അതേപോലെ കൃത്യമായി അന്ന് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ശ്രീലേഖ IPS ഈ കച്ചവടത്തിന് കൂട്ടുന്നില്ലായിരുന്നെങ്കിൽ, അതായത് കേസ് അട്ടിമറിച്ചതാണല്ലോ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആ പ്രതികൾ കുടുങ്ങുമായിരുന്നില്ലേ? അതിൽ നാരായണ നമ്പൂതിരി ആത്മഹത്യ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം വിഷവും മദ്യവും കഴിച്ചിട്ടുണ്ട്. ആ രേഖൻ്റെ അടുത്തുണ്ട്. ഞാനാണ് ആ കേസ് കോടതിയിൽ ഫൈറ്റ് ചെയ്തത്. ഞാൻ നേരിട്ട് കോടതിയിൽ വാദിച്ച കേസാണ്. എന്നിട്ട് എന്താ CBI എഴുതിയതറിയോ? പിന്നീട് ഇവരുടെ അടുത്ത് അന്വേഷണം CBIക്ക് കൊടുത്തു. CBI എഴുതിയ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്നാണ്, യാതൊരു തെളിവില്ലാതെ. അവസാനം ആ SP-ക്കെതിരെ അവസാനം കോടതി തന്നെ അവസാനം ഷെയിം ടു CBI എന്ന് പറഞ്ഞിട്ട് അവസാനം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ശ്രീലേഖ
പിന്നീട് കോടിയേരി ബാലകൃഷ്ണനെയും MA ബേബിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്ത കൃത്യം എന്താണെന്ന് അറിയാമോ? ഹൈക്കോടതി ജസ്റ്റിസ് ബസന്തിന് വന്നൊരു കത്തുണ്ടായിരുന്നു. ക്ലിയറൂർ കേസിൽ ലതാ നായർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ഹൈക്കോടതിയിൽ പിന്നെ ഒരു കത്ത് വന്നു. ആ കത്തിൽ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അവരുടെ മക്കൾ 5 ഫിംഗേഴ്സ് എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് ഭാഗമായിട്ട് ആ സിനിമയുടെ ഭാഗമായിട്ട് ഈ കുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് ലതാ നായർ കൊണ്ടുവരുന്നു. ഇവരൊക്കെ പീഡിപ്പിച്ചു എന്നാണ്, കോട്ടയം പോലീസ് സൂപ്രണ്ട് പീഡിപ്പിച്ചു എന്നാണ്. അങ്ങനെയുള്ളൊരു കത്ത് ഇവർക്ക് കൈ കിട്ടുകയാണ്. ഈ കത്ത് എന്ത് ചെയ്തു? ഇവർ CBI ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്ത് കിളിയൂർ കേസിനാണ് വന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവർ കള്ളമൊഴി കൊടുത്തു. അങ്ങനെ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിനെയൊക്കെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തതോടുകൂടി അവിടുത്തെ എല്ലാ കൗൺസിലർമാരും 50-ൽ 45 കൗൺസിലർമാർ തീരുമാനിച്ചു VV രാജേഷ് മതിയെന്ന്. അങ്ങനെ മൊത്തത്തിൽ കൊളമായി തിരുവനന്തപുരം. അങ്ങനെയാണ് ശ്രീലേഖ പുറത്താകുന്നത്. അപ്പോൾ ഇനി നിയമസഭയിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല. എന്നാ രസമായി. അവരെപ്പോലെ ഒരാള് ഇപ്പൊ അവർ ചെയ്ത എന്താ? ഒരു സാമാന്യ മര്യാദ ഒരു രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ജയിച്ചർ കൗൺസിലറാണ്. അവിടുത്തെ DGP അല്ല, ശാസ്തമംഗലത്തെ DGPയോ ശാസ്തമംഗലത്തെ മുഖ്യമന്ത്രിയോ ശാസ്തമംഗലത്തെ അവിടുത്തെ ആഭ്യന്തര മന്ത്രിയൊന്നും അല്ല. അവർ വെറും കൗൺസിലറാണ്. ആ കൗൺസിലർ നേരെ പോയി മേയറോട് ഒഴിയാൻ, മുമ്പത്തെ മേയറോട് ഒഴിയാൻ പറയാണ്, ഇപ്പോഴത്തെ MLA ഒഴിയാൻ പറയാണ്. അവരാരാണ് അങ്ങനെ പറയാൻ? അത് കോർപ്പറേഷന് സെക്രട്ടറി നോട്ടീസ് കൊടുത്ത് ആ കാലാവധി കഴിഞ്ഞാൽ ഒഴിയാന്ന് മാത്രമേ അവകാശമുള്ളൂ. പകരം അവിടെ ബോർഡ് കൊണ്ട് വെക്കുന്നു. നമ്മൾ ഫിലോമിന എന്ന് പറയുന്ന കഥാപാത്രം പല സിനിമകൾ കണ്ടിട്ടുണ്ട്. വയസ്സായ തള്ള അവസാനം പലതരത്തിൽ വീട്ടിലൊക്കെ വന്ന് കലാപം ഉണ്ടാക്കി പോകുന്നില്ല. അതേപോലെ BJPൻ്റെ ഉള്ളിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ VV രാജേഷിനെ നിക്കപ്പുറത്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രീലേഖന്റെ ദൗത്യം അവർ ചെയ്യുന്നത്. അപ്പോൾ BJPക്കുള്ളിൽ രാജീവ് ചന്ദ്രശേഖരനെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതിൽ ഇപ്പോഴും പൊട്ടിത്തെറികൾ തുടരുന്നുണ്ടല്ലേ? രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നതിൽ നല്ല കാര്യം തന്നെയായിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്തു? ഈ പഴയ നേതാക്കന്മാരെയൊക്കെ മൂലക്കെടുത്തിട്ടു. അവർക്ക് യാതൊരു വിലയും നിലയില്ലാതെ കേരളത്തിൽ 30 ജില്ലാ പ്രസിഡന്റുമാരാക്കി. എത്ര ജില്ലകളുണ്ട് കേരളത്തിൽ? 14. പക്ഷെ 30 ആക്കി അവർ വിഭജിച്ചു. അങ്ങനെ 30 ജില്ലാ പ്രസിഡന്റുമാരാണ് BJPക്കുള്ളത്. ഈ 30 പ്രസിഡന്റുമാരെ നേരിട്ട് അദ്ദേഹം ഡീൽ നടത്തി. ഇപ്പം മുരളീധരനില്ല, K സുരേന്ദ്രനില്ല, ശോഭാ സുരേന്ദ്രനില്ല, ഇവർക്കൊന്നും ഒരു വിലയില്ല. ഇവരെയൊക്കെ പ്രസംഗിക്കാൻ വിടും. അത് ആരാ? സുരേഷ് എന്ന് പറയുന്ന ആളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ നേരിട്ട് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മൊത്തത്തിൽ ഇവരെ ഒതുക്കിയെന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടെ യോജിച്ചു. അവരെല്ലാവരും കൂടെ രാജീവ് ചന്ദ്രശേഖരെ ഒതുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് VV രാജേഷ് അവിടെ മേയറാവുന്നത്. അല്ലെങ്കിൽ VV രാജേഷ് ഒരിക്കലും മേയറാവില്ലായിരുന്നു. അപ്പോൾ ഈ നിയമ ഇലക്ഷനിലും അത് അട്ടിമറിയൊക്കെ നടക്കില്ല ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലെ വന്ന ഇലക്ഷൻ റിസൾട്ട് ഒന്നും ആയിരിക്കില്ല നാളെ വരാൻ പോകുന്നത്. അതെ, അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ CJP കൂട്ടുകെട്ട്, BJP CPM കൂട്ടുകെട്ട് വെറും ഒരു മാധ്യമ നറേറ്റീവ് ആണെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? ഈ പറഞ്ഞതൊക്കെ ഒന്നും തെളിവല്ലേ? എന്തുകൊണ്ടാണ് കേജ്രിവാളിനകത്താക്കിയ കേന്ദ്ര ഗവൺമെൻറ് അമിത്ഷാ എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് 9.5 വർഷം കൊണ്ടുപോയി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം, കേരള ഗവർണറായിരുന്ന സദാശിവം, അദ്ദേഹത്തിൻ്റെ VS അച്യുതാനന്ദൻ വേഴ്സ് ബാലകൃഷ്ണപിള്ള കേസിൽ വിധി പറഞ്ഞിട്ട് 3 മാസം ശിക്ഷിച്ചപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ട കേസുകൾ, അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന്. ഇപ്പോൾ 9.5 വർഷമായി ഡൽഹിയിൽ സോളിസിറ്റർ ജനറൽ പിണറായി വിജയന് വേണ്ടിയിട്ട് കരയാണ് കോടതി വന്നത്. ഇത് മാറ്റിവെക്കണം 80 തവണ മാറ്റിവെച്ചു. അതാർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? എതിരാളിയായ പിണറായി വിജയനെ അകത്താക്കാനാണെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അത് തീർക്കാൻ പറ്റില്ലേ? കൃത്യമായ ഡോക്യുമെൻ്റ് ഇല്ലേ?